ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ്. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള 4 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 ടിപ്സ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ടിപ്സ് ആണ്. സോ ആ ടിപ്സ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോയുടെ തുടക്കം തൊട്ട് അവസാനം വരെ മിസ് ഔട്ട് ചെയ്യാതെ കാണാം. വിത്തൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട്. സോ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ലുക്ക് ഫോർ ഇൻസ്പിറേഷൻസ് ആണ്. നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രഷ് ഐഡിയാസ് എന്തായാലും വേണം. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓൺ ആക്കുന്ന പോലെ എളുപ്പത്തിൽ നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്പിറേഷൻസ് വേണം. സോ ആ ഇൻസ്പിറേഷൻസിനായിട്ട് മേ ബി ഒരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഒരു മൂവി വാച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോവുക, നമ്മുടെ ഐഡിയാസ് അവരോട് പറഞ്ഞ് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. സോ നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഗെയിം ഒക്കെ കളിച്ച് ചില്ല് ചെയ്യുക. അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് അതിൽ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ റെഫറൻസസ്, പുതിയ ഇൻസ്പിറേഷൻസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതെ, നമ്മളെല്ലാവരും നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. കാരണം അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ്. പക്ഷേ ഈ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കംഫർട്ട് സോൺ നമ്മളെ വളരാനും അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നടക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് വരാന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടുക പുതിയ എക്സ്പീരിയൻസസ് ആണ്. പിന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവിലും ചേഞ്ച് വരും. സോ പുതിയ എക്സ്പീരിയൻസസും നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 3 ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ തലയിൽ വരുന്ന ഓരോ ഐഡിയാസും, എവറി സിംഗിൾ ഐഡിയ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. കുറച്ച് ടാസ്കുള്ള കാര്യമാണ്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ക്രിയേറ്റീവ് വർക്കിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഐഡിയാസ് എപ്പോഴും ആ ഒരു പ്രൊജക്റ്റിൽ ഇരിക്കുമ്പോഴല്ല വരാറ്. മേ ബി ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങാനിരിക്കുമ്പോഴാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴായിരിക്കാം. പക്ഷെ ആ ഐഡിയാസൊക്കെ അപ്പോൾ വന്നു, നല്ല ഐഡിയ ആണെന്ന് തോന്നി, അത് കഴിഞ്ഞ് അത് പോയി. സോ ആ ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഐഡിയ മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമുക്ക് ആ ഒരു ഐഡിയനെ തന്നെ പരമാവധി റിഫൈൻ ചെയ്ത് പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയ പെർസ്പെക്റ്റീവില് അതിനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ആദ്യം ചെയ്തിരുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന റെഫറൻസസ് ഒക്കെ സേവ് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സേവ് ചെയ്ത് വെക്കുന്നതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതും അവിടെ തന്നെ ഇരിക്കുന്നതല്ലാതെ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സേവ് ചെയ്യുന്നതും സ്ക്രീൻഷോട്ട് എടുക്കുന്നതും ഒക്കെ സെയിം തന്നെയാണ്. ബട്ട് ആ സേവ് ചെയ്തതും അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തതും എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് വരുമ്പോൾ സോ എനിക്ക് അത് ഓർത്തെടുക്കാനായിട്ട് ജസ്റ്റ് എൻ്റെ ബുക്കിൽ നോക്കിയാൽ മതി. സോ എൻ്റെ ബുക്കിൽ നോക്കുമ്പോൾ അവിടെ ഞാൻ അത് എവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് ഐഡിയ ആണ്, അതിനെ നമുക്ക് എങ്ങനെ റിഫൈൻ ചെയ്യാന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളും ആ ഒരു ടിപ്പ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് മറന്നു പോകാതിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് നമ്പർ 4. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ഫേസ് ദ ഫെയിലിയർ. ഒരു ക്രിയേറ്റീവ് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ റിജക്ഷൻസ് വരുന്നത് സ്വാഭാവികമാണ്. ആ റിജക്ഷൻസ് വരുന്നത് ഒരിക്കലും ആ ഒരു വർക്ക് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മോശമായതുകൊണ്ടോ ആവണമെന്നില്ല. മേ ബി അത് ക്ലയന്റ് എക്സ്പെക്ടേഷൻ ലെവലിലോട്ട് എത്താത്തത് കൊണ്ടാവാം റിജക്റ്റ് ആയിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഡെസ്പൈ സാഡായി പോകല്ല വേണ്ടത്. ജസ്റ്റ് എംബ്രേസ് ദ ഫെയിലിയർ. മേ ബി ആ ഒരു മിസ്റ്റേക്കിനായിരിക്കാം അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം. സോ ഫെയിലിയേഴ്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. സോ ഫെയിലിയേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ റിജക്ഷൻസ് വരുമ്പോൾ അതിന് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബൂസ്റ്റ് അവർ ക്രിയേറ്റിവിറ്റി 10x. ഈ 4 ടിപ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റൂട്ടീൻസിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ബിക്കം മോർ ക്രിയേറ്റീവ് ദാൻ എവർ. ഇതുപോലെയുള്ള ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് റിലേറ്റഡ്, ഡിസൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.